അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫാത്തിഹയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ്. ഫാത്തിഹയുടെ തഫ്സീർ, അതുപോലെ ഫാത്തിഹ എങ്ങനെ നമ്മളെ ലൈഫിൽ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ ഇത് 2 ക്ലാസ് ആയിട്ടായിരിക്കും. ഒന്ന് നേരെ തഫ്സീർ, അടുത്ത ക്ലാസ് നേരെ തഫ്സീർ ആയിരിക്കും. ഇന്ന് ഫാത്തിഹയെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിൾ മലയാളത്തിൽ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ആണിത്. ഇൻഷാ അല്ലാ അള്ളാഹു നിങ്ങൾക്കും എനിക്കും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് അത് എത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാമത്തെ കാര്യം, ഫാത്തിഹ എന്ന് പറയുന്നത് ഖുർആനിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്നാമതായിട്ട് വരുന്നത് ആരംഭം എന്നാണ്. ആരംഭം, തുടക്കം, മുഖവുര എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഫാത്തിഹയുടെ മറ്റൊരു അർത്ഥമാണ് ഫത്ത്, എന്താണ്, ഓപ്പണിംഗ്. ഓക്കെ, തുറക്കുക. അപ്പം നന്മയിലേക്ക് തുറക്കുന്ന വാതിലാണ്, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ മാതാവ് അല്ലെങ്കിൽ ഖുർആന്റെ അടിസ്ഥാനം എന്നൊക്കെ അടിസ്ഥാന തത്വങ്ങളെ ഉൾക്കൊള്ളുന്നതിനോട് ഇതിന് ആ പേരും ഉണ്ട്. അതുപോലെ അസവൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 സൂക്തങ്ങൾ. ഓരോ നിസ്കാരത്തിലും ഇത് ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പേരും ഫാത്തിഹയ്ക്കുണ്ട്. അസബുൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ. പിന്നെ ഉള്ളത് അൽഹംദ്, സ്തുതി അഥവാ നന്ദി എന്ന പേരും. അള്ളാഹുവിനോടുള്ള സ്തുതിയോടെ ആരംഭിക്കുന്നത് കൊണ്ട് ആ ഒരു പേരും ഇതിനുണ്ട്. പിന്നീടുള്ളത് അൽ കാൻസിയ, നിധി, ഇതിൽ അമൂല്യമായ അറിവുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട്. അൽ വാഫിയ, പൂർണ്ണമായത്, ഇതിന്റെ ഉള്ളടക്കം പൂർണ്ണമായത് കൊണ്ട്. അൽ കാഫിയ, മതിയായത്, മറ്റുള്ളവയെ ഇതുകൊണ്ട് മതിയാക്കുന്നതായതുകൊണ്ട്. അൽ അസാസ്, അടിസ്ഥാനം, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട്. അഷിഫ, രോഗങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും ഇത് ശമനമായതുകൊണ്ട്. റുഖിയ, മന്ത്രിക്കപ്പെട്ടത്, അത് ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിലെ ഒരാള് അവരുടെ യാത്രക്കിടയിൽ ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുകയും അവരുടെ രോഗം ഭേദപ്പെടുകയും ചെയ്തിരുന്നു. ആയതിനാൽ ഇത് റുഖിയ എന്നും അറിയപ്പെടുന്നുണ്ട്, സൂറത്തു റുഖിയ. അതുകൂടാതെ ഫാത്തിഹത്തുൽ കിതാബ് എന്നും അസ്വലാത്ത്, നിസ്കാരം എന്നും, നിസ്കാരത്തിലും ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അസ്വലാത്ത് എന്നും ഉമ്മുൽ കിതാബ് എന്നും ഇതിന് പേരുകളുണ്ട്. അതുകൂടാതെ അൽ ഖുർആനുൽ അളീം, ഖുർആനിൽ അടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു സൂറത്തിൽ അടങ്ങിയതിനാൽ കൊണ്ട് തന്നെ അൽ ഖുർആൻ അളീം എന്നും ഇതിന് പേരുണ്ട്. ഇനി നമുക്ക് ഇത് അവതരിച്ച സമയം സന്ദർഭവും നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയി കിട്ടിയ ആദ്യ അവസരത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വകാര്യമായിട്ടായിരുന്നു എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എങ്ങനെ മുസ്ലിമീങ്ങൾ ദുആ ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു. കാരണം അതുവരെ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവിടുത്തെ വിശ്വാസങ്ങള് ഇസ്ലാമിന്റെ ഒരു കാര്യങ്ങളും അന്ന് അറിയാത്ത അവസ്ഥയിൽ. അപ്പം അതിനു മുമ്പ് വരെ ആകെ കുറച്ച് മുസമ്മില്, മുദ്ദസിർ, സൂറത്തുൽ അലഖ് തുടങ്ങിയതിലെ കുറച്ച് ആയത്തുകൾ മാത്രമേ അവതരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇസ്ലാമിലെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ എങ്ങനെ ദുആ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടി ഇറങ്ങിയ ഒരു മുഴുവനായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇത് ഖുർആൻ പാരായണം ആരംഭിക്കുന്നവർക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്ന് പറയാം. കാരണം അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തതാണ് ഈ ഒരു ദുആ. അപ്പം നമ്മളെങ്ങനെ ദുആ ചെയ്യണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ.
സൂറത്തുൽ ഫത്ഹയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്തുതിയും അവനോടുള്ള പ്രാർത്ഥനയുമാണ്. അള്ളാഹുവിന്റെ ഏകത്വം, അവന്റെ ഗുണവിശേഷങ്ങൾ, പരലോകം, സന്മാർഗത്തിനായുള്ള അപേക്ഷ എന്നിവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഖുർആനും സൂറത്തുൽ ഫാത്തിഹയുമായുള്ള യഥാർത്ഥ ബന്ധം ഒരു ഗ്രന്ഥവും അതിന്റെ മുഖവിരയുമായുള്ള ബന്ധമല്ല. പ്രസ്തുത പിന്നെ പ്രാർത്ഥനയും അതിനുള്ള ഉത്തരവും തമ്മിലുള്ള ബന്ധമാണ്. സൂറത്തുൽ ഫാത്തിഹ അടിമയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അള്ളാഹുവിനോടുള്ള ദുആ ആണ്. ഖുർആന് അള്ളാഹുവിൽ നിന്നുള്ള അതിനുള്ള ഉത്തരവും. നാഥാ, എനിക്ക് സന്മാർഗം കാട്ടിത്തരണേ അല്ലെങ്കിൽ മാർഗദർശനം നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അതിന് ഉത്തരമായിട്ട് അള്ളാഹു നമുക്ക് നീ ആവശ്യപ്പെട്ട സന്മാർഗം ഇതാ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി മുഴുവനായിട്ടുള്ള ഖുർആനും നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി പൂർണ്ണമായി അവതരിപ്പിച്ച സൂറത്താണ് ഫാത്തിഹ എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ സൂറത്തിന്റെ പ്രാധാന്യം പല ഹദീസുകളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന്റെ നിസ്കാരം പൂർണ്ണമല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും നമസ്കരിക്കുകയും അതിൽ ഉമ്മുൽ ഖുർആൻ അഥവാ ഫാത്തിഹ പാരായണം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് അപൂർണമാണ്. 3 തവണ അദ്ദേഹം ഇത് ആവർത്തിച്ചു. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഞങ്ങൾ ഇമാമിന്റെ പിന്നിലാണെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അത് മനസ്സിൽ പാരായണം ചെയ്യുക. കാരണം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഞാനും എന്റെ അടിമയും തമ്മിൽ നമസ്കാരത്തെ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. എന്റെ അടിമ ചോദിക്കുന്നത് അവന് ലഭിക്കും. അടിമ പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അടിമ പറയുമ്പോൾ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു തആല പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അതുപോലെ അർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു എന്ന് അടിമ പറയുമ്പോൾ അള്ളാഹു തആല പറയും, എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അഥവാ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഒരു തവണ പറഞ്ഞു, എന്റെ അടിമ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് എന്റെ അടിമ പറയുന്ന സമയത്ത് അഥവാ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലാണ്. എന്റെ അടിമ ചോദിക്കുന്നത് അവന് ലഭിക്കും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് അവൻ പറയുമ്പോൾ ഞങ്ങളെ നേർവഴിയിലാക്കണേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, കോപിക്കപ്പെട്ടവരുടെയും വഴി തെറ്റിയവരുടെയും വഴിയിലല്ല. ഈ സമയത്ത് അള്ളാഹു പറയും, ഇത് എന്റെ അടിമക്കുള്ളതാണ്, എന്റെ അടിമ ചോദിക്കുന്നത് അവന് ലഭിക്കും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു സൂറത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം പോരിഷുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പം ഓർക്കുന്നില്ല ഇത് ഒരു അള്ളാഹുവിനോട് ഉള്ള സംസാരമാണെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള സമയമാണ് അതെന്നും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരാണ്. അത് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെ വേണ്ടപ്പെട്ട ഒരാള് ഒരു ഫോൺ കോളിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അതിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അതിൽ ശ്രദ്ധിച്ചിരിക്കും. അത്രയും ബഹുമാനത്തോടെ. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളിൽ എത്ര പേര് ഈ ഒരു ഫാത്തിഹയെ അത്ര ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്? അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുർആനിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്,
അതുപോലെ നിസ്കാരത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും ഇങ്ങനെയൊക്കെ കേട്ടാലും നമ്മൾ എത്രത്തോളം അതിനെപ്പറ്റി ഓർക്കുന്നുണ്ട്? നമുക്ക് ഉം ഖുർആന്റെ അർത്ഥം അറിയുന്നതോടു കൂടി, അല്ലെങ്കിൽ ഫാത്തിഹയുടെ അർത്ഥം അറിയുന്നതോടു കൂടി നമ്മുടെ നിസ്കാരത്തിന്റെ രൂപം തന്നെ മാറാൻ പോവാണ് ഇൻഷാ അള്ളാ. ഇതിൽ അടങ്ങിയിട്ടുള്ള ദുആകള് പറയാം. സൂറത്തുൽ ഫാത്തിഹ ഇതിലെ അവസാനത്തെ 3 സൂക്തങ്ങള് സ്വർഗത്തിനായുള്ള അള്ളാഹുവിനോടുള്ള ദുആ ആണ്. അല്ലെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. എന്നെ നേർമാർഗത്തിലാക്കണേ, ഞങ്ങളെ നേർവഴിയിലേക്കാക്കണേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, കോപിക്കപ്പെട്ടവരുടെയും വഴി തെറ്റിയവരുടെയും വഴിയിലല്ല. അള്ളാഹുവിന്റെ ഗുണങ്ങളും കഴിവുകളും ഒക്കെ ഈ സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിന്റെ മഹത്വവും കാരുണ്യവും ശക്തിയും എടുത്തു കാണിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല പേരുകളാണ് ഈ ഒരു ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ളത്. എല്ലാം നല്ല പേരുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തേത് അള്ളാഹ്, ഇലാഹ്. അല്ലെ, ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു. ഇനി ഞാന് ഈ ഒരു സൂറത്തിന്റെ അർത്ഥവും അതിന്റെ തഫ്സീറും പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മള് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിന്റെ അർത്ഥം ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ഇതിനെ ഞാനൊന്ന് മുറിക്കുകയാണ്. ഈ ഒരു ആയത്ത് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഫൈദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഖിദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ശരണം തേടിക്കൊള്ളുക. അപ്പം നമ്മൾ അള്ളാഹു പറഞ്ഞത് അനുസരിക്കുകയാണ്. ഈ ഒരു ഖുർആൻ ഓതുന്നതിന്റെ മുന്നേ ഔദു ഓതുന്നതിലൂടെ. ഓക്കെ, അള്ളാഹുവിനോടുള്ള ഒരു അനുസരണയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഔദു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വരുന്നത് ഞാൻ ശരണം തേടുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാപിക്കുന്നു എന്നൊക്കെയാണ്. നമ്മള് നമ്മള് ശരണം തേടുക അല്ലെങ്കിൽ ഷെൽട്ടർ ആവശ്യപ്പെടുക എപ്പോഴാണ്? നമുക്കൊരു ഒരു നല്ല മഴ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ശരണം പ്രാപിക്കും. നമ്മൾ എവിടെയെങ്കിലും കയറി നിൽക്കാൻ നോക്കും, അല്ലെ? അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ നോക്കും, അല്ലെ? അതുപോലെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ചോദിക്കാൻ, അള്ളാഹുവേ എന്നെ സഹായിക്കണേ അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള രീതിയിൽ ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഔദു ബില്ലാ, അള്ളാഹുവിനോട്, അള്ളാഹുവിനോട്, മിന നിന്ന്, ഷെയ്ത്വാനിൽ നിന്ന്, റജീം ശപിക്കപ്പെട്ട അല്ലെങ്കിൽ കല്ലുകൊണ്ട് എറിയപ്പെട്ട എന്നൊക്കെയും അതിന് അർത്ഥമുണ്ട്. എന്നാൽ ഈ ഷെയ്ത്താൻ എന്നുള്ളതിന്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഷെയ്ത്താൻ ഷെൽട്ടറിനെ തേടുന്നത് അല്ലെങ്കിൽ ശരണം തേടുന്നതെന്ന് അറിയാം? അത് ഒന്നാമത്തെ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ ഷെയ്ത്താന് നമ്മളെ എപ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ, നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, നമ്മൾ വേറെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുകയാണെങ്കിലൊക്കെ നന്നായിട്ട് എത്ര എത്ര ഈമാനുള്ള ആളാണെന്ന് പറഞ്ഞാലും ഷെയ്ത്താനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഷെയ്ത്താനിക്ക് താല്പര്യം നമ്മളെ നരകത്തിലേക്ക് ആക്കാനാണ്. അപ്പം നമ്മൾ എത്രത്തോളം നല്ലതിലേക്ക് അടുക്കുന്നോ അതിനനുസരിച്ച് ഷെയ്ത്താന് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ ഷെയ്ത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ ഉണ്ട്. ഈ ഷെയ്ത്താൻ എന്നുള്ളത് ഷഫന എന്നുള്ളതാണ്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാല് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ടുള്ള ശത്രുവാണ്, നമ്മളെ ശത്രുവാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്.
അപ്പം ഈ ഷെയ്ത്താൻ എന്നുള്ളത് ഷപ്പന എന്നുള്ള അല്ലെങ്കിൽ ഷപ്പനു എന്നുള്ള വാക്കിൽ നിന്നാണ്. ഷപ്പന എന്ന് പറയുമ്പോൾ വിദൂരത്തിൽ, അകലെ എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാല് സത്യത്തിൽ നിന്ന് ദൂരെയുള്ള ആളാണ്, നേർമാർഗത്തിൽ നിന്ന് ദൂരെയാണ്. അതാണ് ഷെയ്ത്താന്. ഓക്കെ. അതുപോലെ തന്നെ നീണ്ട പിരിച്ച വളരെ ശക്തമായ കയറ് എന്നാണ് ഷപ്പനു എന്നുള്ളതിന്റെ അർത്ഥം. എന്ന് വെച്ചാല് ആ ഒരു ഷെയ്ത്താന് നമ്മളെ വരിഞ്ഞു മുറുക്കും അവന്റെ കഴിവ് കൊണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ നമ്മളെ സേഫ് ആയിട്ട് തന്നെ എല്ലാ ഖുർആൻ ഓതി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചെല്ലുന്നത്, പറയുന്നത്. അതുപോലെ തന്നെ ഷപ്പനു എന്നുള്ളതിന്റെ മറ്റൊരു ഒരു അർത്ഥമാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറ് എന്ന്. ഷെയ്ത്താനെ ഒന്നിച്ച് നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടിക്കാണ് ചെയ്യാ, അല്ല. കിണറിന്ന് വെള്ളം കോരുന്ന പോലെ അല്ലെ. കിണറിന്ന് വെള്ളം കോരൽ എങ്ങനെ, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്, കിണറത്തെ വെള്ളം മുഴുവനും എടുക്കൂല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടുവരും ആ കയറ് ഉപയോഗിച്ചിട്ട്. അതേപോലെ നമ്മളെ ഈമാനിന്ന് കുറേശ്ശെ കുറേശ്ശെ ഷെയ്ത്താന് വസ്വാസ് ചെയ്തുകൊണ്ടിരിക്കും. ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ഷെയ്ത്താന്റെ അടുത്ത് നിന്നാണ് നമ്മള് ഫസ്റ്റ് തന്നെ ആ ബുദ്ധിമുട്ടുന്നൊക്കെ മാറ്റിയാണ്ട് അള്ളാഹുവിനോട് കാവലിന് തരണം. അള്ളാഹുവേ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവേ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ആ കയ്യിൽ കാവലിനെ തേടിയ പിന്നെ ഒരു ഷെയ്ത്താനും അങ്ങോട്ട് കയറാൻ കഴിയുക. ശരിയല്ലേ? പിന്നെ ഉള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയുടെ ഗുണങ്ങള് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അത്രയേറെ ഗുണങ്ങളുണ്ട് ബിസ്മിക്ക്. ഞാൻ കുറഞ്ഞ വാക്കിൽ പറയാം. ബിസ്മി എന്ന് പറയുന്നത് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും നമ്മളോട് ബിസ്മി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാവുന്ന ഒന്നാമത്തെ കാര്യം നമ്മളെ വഴി മാറിപ്പോവില്ല എന്നുള്ളതാണ്. നമ്മള് അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങുമ്പം അതൊന്ന് ആലോചിക്കും, ഇത് അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങാൻ പറ്റിയ കാര്യമാണോ ഞാൻ ചെയ്യുന്നത്? അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ തുടങ്ങൂല. ശരിയല്ലേ? അള്ളാഹുവിന്റെ പേരിൽ ബിസ്മിയിൽ തുടങ്ങുന്ന, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്തിനെ ഏറ്റിത്തരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബിസ്മിയിലുള്ള ഹർഫുകളും സബാനിയാക്കളുടെ എണ്ണം, നരകത്തിന്റെ കാവൽക്കാരുടെ എണ്ണവും സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പം ബിസ്മി ചൊല്ലുന്നതിലൂടെ നമ്മള് സബാനിയാക്കളുടെ നരകത്തെ തൊട്ട് കാവലിനെ തേടാണ്. അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടലും കൂടി ഈ ഒരു ബിസ്മിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങുന്നു. പിന്നെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നമുക്ക് തരുന്ന നന്മകള്, നിയമത്തുകള്, നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അടങ്ങിയതാണ് റഹ്മാൻ എന്നുള്ള വാക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഈ ലോകത്ത് അള്ളാഹു നമുക്ക് തന്ന റഹ്മത്തുകളെ കുറിച്ച്? ഞാൻ ഈ സംസാരിക്കുന്ന എന്റെ ശബ്ദം, എന്റെ നാവ്, എന്റെ പല്ല്, എന്റെ കൈ, എന്റെ കാല്, ഇതെല്ലാം അള്ളാഹുവിന്റെ നിയമത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ചെറുവിരൽ ഇളക്കാൻ പോലും കഴിയൂല, ഒരു കണ്ണ് അടയ്ക്കാൻ പോലും കഴിയൂല അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ. സുബ്ഹാനല്ലാഹ്. നമ്മളത് ഓർക്കണം. റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഒരാളെ നീ കാരുണ്യവാനാണ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് കാരുണ്യവാനാവാൻ അവൻ അർഹനായതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. കാരുണ്യവാൻ എന്ന് വിളിക്കപ്പെടാൻ അർഹനായതുകൊണ്ടാണ്, അല്ലെ? അള്ളാഹുവിന്റെ കരുണ ഈ ലോകത്ത് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും അള്ളാഹു നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. എന്നാൽ അപ്പുറം മരണശേഷം അല്ലെങ്കിൽ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവരോടാണ് അള്ളാഹു കരുണ കാണിക്കുന്നത്. അതാണ് റഹീം എന്ന വാക്കുകൊണ്ട് അർത്ഥം. സുബ്ഹാനല്ലാഹ്.
ഈ ലോകത്ത് കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മൾക്ക് കാണാം. അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും ഒക്കെ അള്ളാഹു ഒരുപോലെ നിയമത്തുകളും റഹ്മത്തുകളും ഇറക്കി തരുന്നത് ആണവാ. ഇനിയുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ, അല്ലെ, റബ്ബുൽ ആലമീൻ ആണ്, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതി. അപ്പം നമ്മൾ ഓർക്കുക, സർവ്വലോക രക്ഷിതാവ് എന്ന് പറയുമ്പോൾ, സർവ്വലോകം എന്ന് പറയുമ്പോൾ അത് ഭൂമി മാത്രമല്ല, ആകാശം മാത്രമല്ല, ഈ കോടാനുകോടി നക്ഷത്രങ്ങളും കോടാനുകോടി ഗാലക്സികളും എല്ലാം അടങ്ങിയ, ഭൂമിയോ ഭൂമിയിലുള്ള ചരാചരങ്ങളോ മാത്രമല്ല, സർവ്വലോകങ്ങളും എല്ലാത്തിന്റെയും രക്ഷിതാവാണ് അള്ളാഹു സുബ്ഹാനല്ലാഹ്. ആ എല്ലാത്തിന്റെയും രക്ഷിതാവായ അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മളെ ഷെയ്ത്താനെ തൊട്ട് കാവലിനെ തേടിയിട്ടുള്ളത്, അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രധാനമന്ത്രി വന്നാല് നമ്മൾ നേരെ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെന്ന് വെച്ചാല് എന്ത് പറയും മൂപ്പരെ? ഇന്നപോലെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോ പറഞ്ഞാൽ മതി, കേൾക്കാൻ സമയമില്ല എന്ന് പറയും. എന്നാല് ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള പരിപാലിക്കുന്ന അള്ളാഹുവിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക ആ ഒരു അവസ്ഥ. ആണല്ലോ, അതൊക്കെ എത്ര വലിയതാണ്. അത്രയും ഉയരത്തിലുള്ള അള്ളാഹു, അത്രയും ഉയരത്തില് നമ്മള് നിസ്കരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹ്ക്ക് ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹു നമ്മളെ ദുആകൾ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. ഖുർആൻ ഓതുന്നതിലൂടെ, ദുആ ചെയ്യുന്നതിലൂടെ, നിസ്കരിക്കുന്നതിലൂടെ, സുജൂദ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു അത്രയും കോടാനുകോടി ആളുകളെ, അല്ലെങ്കിൽ കോടാനുകോടി ജീവികളെല്ലാം സംരക്ഷിക്കുന്നതിന്റെ ഇടയിലും നമ്മളെ കാര്യങ്ങൾ, ഈ ഉം, ഒരു ചെറിയൊരു മനുഷ്യന്റെ കാര്യം, ഓരോ മനുഷ്യന്റെ കാര്യങ്ങളും കേൾക്കാൻ അള്ളാഹു സമയം കണ്ടെത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ എത്ര വലിയ കാര്യങ്ങളാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. അപ്പം നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മള് അള്ളാഹുവിനാണ് സർവസ്തുതിയും. നമ്മൾ നന്ദി പറയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ, ഈ സർവ്വ ലോകങ്ങളും പരിപാലിക്കുന്ന അള്ളാഹുവിന് നന്ദി, അല്ലെ? നമ്മൾ നന്ദി പറയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ ഓർക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഹ്മാനാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ, റഹ്മാനാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളെ ജീവിതത്തിൽ എത്രയേ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മക്കളാണ് അത്രയും തെറ്റ് ചെയ്തത്, ചിലപ്പോ ശിക്ഷിക്കൽ എഴുതില്ലേ. എന്നിട്ട് അള്ളാഹു എന്താ പറയുന്നത്? നിങ്ങൾ എന്നോട് തൗബ ചെയ്തു വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. സുബ്ഹാനല്ലാഹ്. അതൊക്കെ എന്തൊരു വാക്കുകളാ. നമുക്ക് ചിലപ്പോ തോന്നും ഞാൻ ഇബാദത്ത് ചെയ്തിട്ടില്ല, ഞാൻ എങ്ങനെയെന്ന് അള്ളാഹുവിനോട് ചോദിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹു എന്താ പറയുന്നേ? നിന്റെ ഒരു അടിമ തെറ്റിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരികയാന്ന് വെച്ചാല് എനിക്ക് കൂടുതൽ സന്തോഷാണെന്നാ പറയുന്നത്. ഒരു ഒട്ടകത്തിനെ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടിട്ട് അതിനെ തിരിച്ചു കിട്ടുമ്പം അതിന്റെ ഉടമക്ക് ഉണ്ടാവുന്നതിലേറെ സന്തോഷാണ് അള്ളാഹുവിന്റെ ഒരു അടിമ വഴി തെറ്റിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിച്ചോളാ പറയുന്നുണ്ട്, എന്നിട്ടും നമ്മൾ ക്ഷമ ചോദിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ഓർക്കുക, നമ്മളെ എത്രയൊക്കെ കൈൻഡ് ആയിട്ടുള്ള, എത്രയൊക്കെ നമ്മളെ ഉള്ളിൽ കാരുണ്യം ഉണ്ടെന്ന് വെച്ചാലും നമ്മളെ പലപ്പോഴും കരുണയില്ലാത്ത പെരുമാറ്റങ്ങൾ കണ്ടുപോവാറുണ്ട്. എന്നാൽ അള്ളാഹു അങ്ങനെ ഒരു പെരുമാറ്റം നമ്മളോട് തന്നിരുന്നെങ്കിൽ ഈ ഭൂമിയെ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിനോട് നന്ദികേടായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും അള്ളാഹു സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നന്ദികൾ ഓരോന്നായിട്ട് എണ്ണി 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 നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇന്റെ ഒരു ബുക്കോ തികയൂല, അല്ലെ? നമ്മളെ ശരീരത്തിൽ ഓരോ നിമിഷം, അല്ലെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും
അള്ളാഹുവിന്റെ ഞാമത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നതും കൈയും കാലും ഇളക്കാൻ കഴിയുന്നതും. അത് ഇപ്പൊ എനിക്ക് ആ ഞാമത്ത് കൈ ഇളക്കാൻ ഉള്ള ആ ഒരു ഞാമത്ത് അല്ലെങ്കിൽ ആ ഒരു റഹ്മത്ത് നിർത്തിയാല് പിന്നെ എന്റെ കൈ ഇളകൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന സമയത്തൊക്കെ അള്ളാഹുവിന്റെ ഞാമത്തുകൾ നമ്മളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഒരു ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അത്രയും വലിയ നമ്മളെ എങ്ങനെയെന്ന് വെച്ചാല് നമ്മള് അള്ളാഹുവിന് നേരെ എന്താണ് തിരക്കില്ലാത്ത ആളല്ല അള്ളാഹു. വേറെ പണിയില്ലാഞ്ഞിട്ടല്ല അള്ളാഹു നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇത്രയും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്നിട്ട് വീണ്ടും ചിന്തിക്കാനും ആ അവിടെ എന്തായി ഇവിടെ എന്തായി മറ്റേത് എന്തായി, നമ്മളെ ഹൃദയം അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. അതില്ലാതിരിക്കാനാണ് ഈ ഒരു ആയത്ത് വരുന്നത്. നമ്മളെ ഓർമ്മിപ്പിക്കാണ് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവ്വസ്തുതിയും. സുബ്ഹാനല്ലാഹ്. അല്ലേ? നമ്മളെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവ്വസ്തുതി എന്ന് പറയുന്ന സമയത്ത് സർവ്വലോക രക്ഷിതാവ് എന്ന് വെച്ചാൽ സർവ്വലോകത്തിന്റെ രാജാവിനെയാണ് നമ്മളെ, അല്ലെങ്കിൽ സർവ്വലോകം രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെയാണ് നമ്മള് ആരാധിക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മിൽ വരണം. അർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇഹലോകത്തും പരലോകത്തും കരുണ കാണിക്കുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാല് കാരുണ്യവാൻ, കരുണാനിധി. ഇതിന് മറ്റൊരു രീതിയിലും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഒരു കാര്യം കൊണ്ട് ഒരേ വാക്കുകൊണ്ട് വർണ്ണിക്കാവുന്നതിൽ അപ്പുറമാണ് വെച്ചാൽ നമ്മളെ മനുഷ്യരുടെ ഭാഷയിൽ രണ്ടോ മൂന്നോ വാക്കുകൾ ഉപയോഗിക്കും വീണ്ടും. ഇപ്പം ഒരാള് ധർമ്മിഷ്ഠനായ, ഉം, ദാനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ആ രീതിയിൽ ഭയങ്കര ഭംഗി എന്ന് പറയുന്ന പോലെ ആ രീതിയിലും ഈ ഒരു റഹ്മാൻ റഹീം എന്നുള്ള പേരിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അപ്പൊ എത്രത്തോളം അള്ളാഹു നമ്മളോട് കാരുണ്യവാനാണ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അള്ളാഹു തന്നെ നമുക്ക് ഇറക്കി തന്ന റഹ്മാൻ, അർ റഹ്മാൻ റഹീം എന്നുള്ള വാചകം, ആയത്ത്. ഇനിയുള്ളത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇത് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ ഞാൻ പ്രതിഫലം തരൂട്ടോ. നമ്മളൊരു ചോദിക്കലാണ്, ഞാൻ ചെയ്യുന്നതിനൊക്കെ ഒരു പ്രതിഫലം തരണം കേട്ടോ, നിങ്ങൾ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനല്ലേ, അപ്പൊ ഇന്റെ പ്രതിഫലം മറക്കണ്ട. അല്ലേ? അതുപോലെ അള്ളാഹു ആ നിങ്ങൾക്ക് പ്രതിഫലം തരാനുള്ളത് ഞാനാണ് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രതിഫല ദിവസം എന്ന് പറയുമ്പം നമ്മളെ നന്മയും തിന്മയും തൂക്കുന്ന ദിവസം മഹ്ശറയിലെ, അതിനാണ് പ്രതിഫല ദിവസം എന്ന് പറയുന്നത്. അന്ത്യനാളിൽ ഖിയാമത്ത് നാളിലുള്ള നന്മയും തിന്മയും തൂക്കി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റുമ്പം അന്നത്തെ ന്യായാധിപനാണ് അള്ളാഹു സുബ്ഹാനല്ലാഹ്. ആ ന്യായാധിപന്റെ മുന്നിലാണ് നമ്മൾ ഫാത്തിഹ ഓതുമ്പോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വരണം. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞാൻ സഹായം തേടുകയും ചെയ്യുന്നു. നമ്മളെ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നെ മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. നമ്മളെ ഒരാളോട് മാത്രം സഹായം ചോദിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് എല്ലാവിധ കഴിവുകളും വേണം. ശരിയല്ലേ? നമ്മളെ ഇപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അയൽവാസി ഉണ്ട്. അപ്പൊ നമ്മൾ അവരോട് ഒരു 1000 രൂപ കടം ചോദിക്കാൻ, ഒരു സഹായം ചോദിക്കാൻ പോയി, ഓക്കെ അവര് തരും. പിന്നെ 1 ലക്ഷത്തിന്റെ ആവശ്യം വന്നു, അപ്പൊ വീണ്ടും നമ്മൾ അവരെ അടുത്ത് പോവോ? ഇല്ല, അവരെ കൊണ്ട് കഴിയൂല.
അല്ലെ? അപ്പൊ നമ്മൾ വേറെ ആരെടുത്തെങ്കിലും പോകും, കഴിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാല് അള്ളാഹുവിന് എല്ലാ സഹായങ്ങളും, എല്ലാ ചരാചരങ്ങളുടെ എല്ലാ സഹായം, എല്ലാവരെയും സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും അള്ളാഹുവിനോട് തന്നെ സഹായം ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ എല്ലാവരെയും ഈ ഭൂലോകത്ത് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും, അല്ലെങ്കിൽ എല്ലാ ജന്തുക്കളെയും, എല്ലാ കാര്യങ്ങളെയും സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിനാണുള്ളത്. അപ്പം ആ, ആ, ഇഹ്ദിന സിറാത്ത്, ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണേ. ഇപ്പോഴാണ് നമ്മളെ കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞത്. അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനോട് പറഞ്ഞു, ഞങ്ങളെയാണ്, നിങ്ങളോടെ സഹായം ചോദിക്കണുള്ളൂ, നിങ്ങളെയാണ് ഞാന് ഞങ്ങള് ഇബാദത്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ, നിങ്ങൾ റഹ്മാനും റഹീമും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്, നല്ല ദുആയിലേക്ക് വരികയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേർവഴിയിലേക്ക് ആക്കണേ, ഞങ്ങളെ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് ആക്കണേ എന്നുള്ള ദുആ ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ഞങ്ങളെ ഈ നേർമാർഗം എന്ന് ചോദിക്കുന്നത് എന്താണ്? സ്വർഗം. നേർവഴി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി. വഴി തെറ്റിച്ചു പോക്കരുത്, ഞങ്ങളെ നേർവഴിയിലേക്ക് ആക്കണേ. ഏതുപോലെ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. അൻഅംത അലൈഹിം, നിഅമത്ത് ചെയ്തവരുടെ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. അപ്പൊ നമുക്ക് തോന്നാം അള്ളാഹു ഇവിടെ ഇഹലോകത്ത് കുറെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെ? ഫിറഔനും പണായാലും സ്വത്തായാലും ഭക്ഷണമായാലും താമസമായാലും വീടായ ഇങ്ങനെ മക്കളാക്കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഉണ്ട്. അപ്പം ആ അനുഗ്രഹമാണോ നമ്മൾ ചോദിക്കുന്നത്? അല്ല. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല, വഴി തെറ്റിയവരുടെ മാർഗത്തിലുമല്ല. എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങിയവരുടെ മാർഗത്തിലല്ല. അവരൊക്കെ ഫിറഔനൊക്കെ അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങിയവരല്ലേ. അപ്പം ഏത് മാർഗാ ചോദിക്കുന്നത്? സ്വർഗത്തിലേക്കുള്ള മാർഗം, നബിമാരുടെ മാർഗം. അതാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറയുന്നത്, ഹിദായത്ത് കിട്ടിയവരുടെ മാർഗം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പറയണേ, അള്ളാഹുവെ ഞങ്ങളെ നബിമാരുടെ അല്ലെങ്കിൽ സ്വഹാബത്തുകളുടെ, ഹിദായത്ത് കിട്ടിയവരുടെ, അമ്പിയാക്കളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെയും നയിക്കണേ, അല്ലാതെ വഴി തെറ്റിയവരുടെയും കോപത്തിനിരയായവരുടെയും മാർഗത്തിലല്ല എന്നുള്ളത്. ഇതിന് മറ്റൊരു രീതിയിലും പറയുന്നുണ്ട്. കോപത്തിനിരയായവര് എന്നുള്ളത് ജൂതന്മാരാണെന്നും വഴി തെറ്റിയവര് എന്നുള്ളത് ക്രിസ്ത്യൻസ് ആണെന്നും ഇതിന് തഫ്സീറുകളിൽ പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫാത്തിഹയുടെ തഫ്സീറിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവാം ഇതിൽ ഒരുപാട് ദുആകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് എന്നുള്ളത്. ഇതിൽ അള്ളാഹുവിന്റെ ഗുണങ്ങളും കഴിവുകളും പേരുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ പേരുകള്: അള്ളാഹ്, അർ റഹ്മാൻ, അർ റഹീം, റബ്ബുൽ ആലമീൻ, മലിക്, അല്ലെ? മാലിക്, ഉടമസ്ഥൻ. ഇത്രയും പേരുകളാണ് ഈ ഒരു സൂറത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത് ഖുർആന്റെ അടിസ്ഥാനവും നമസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് അള്ളാഹുവിന് സ്തുതി, എല്ലാ സ്തുതിയും
അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ ഏകത്വം, അവനാണ് സർവ്വലോക രക്ഷിതാവ്. അള്ളാഹുവിന്റെ കാരുണ്യം, അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ്. അതുപോലെ പരലോകം, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആരാധനയും സഹായത്തേട്ടവും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും ചെയ്യുക. അതുപോലെ സന്മാർഗം തേടൽ, നേർവഴിയിലാക്കാനായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ദുർമാർഗത്തിൽ നിന്ന് രക്ഷ തേടല്, കോപിക്കപ്പെട്ടവരുടെയും വഴി തെറ്റിയവരുടെയും വഴിയിൽ നിന്ന് രക്ഷ തേടാം. ഇതിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂക്തം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. ഈ ആയത്ത് അള്ളാഹുവിനോടുള്ള നമ്മുടെ സമ്പൂർണ്ണ വിധേയത്വം, ആശ്രയത്വം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായം അനിവാര്യമാണെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലെ പാഠങ്ങളും വ്യക്തിപരമായ ചിന്തകളും നോക്കാം. സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ നമസ്കാരത്തിലും ഇത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്തുതിയും പ്രാർത്ഥനയും പുതുക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് മനസ്സമാധാനം നൽകുന്നു. ഇതിൽ നിന്ന് പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങള്, ഖുർആനും സൂറത്തുൽ ഫാത്തിഹയുമായുള്ള യഥാർത്ഥ ബന്ധം ഇന്ന് ഒരു ഗ്രന്ഥവും അതിന്റെ മുഖവുരയുമായുള്ള ബന്ധമല്ല, മറിച്ച് പ്രാർത്ഥനയും അതിനുള്ള ഉത്തരവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണെന്ന് മനസ്സിലായി. ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ട ദുആകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അള്ളാഹുവെ, എല്ലാ സ്തുതിയും നിനക്കാണ്, നീയാണ് സർവ്വലോക രക്ഷിതാവ്. അള്ളാഹുവെ, നീ പരമകാരുണികനും കരുണാനിധിയുമാണ്, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, നീയാണ് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, എന്റെ വിചാരണ എളുപ്പമാക്കണേ. അള്ളാഹുവെ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. എന്റെ എല്ലാ കാര്യങ്ങളിലും നീ എനിക്ക് സഹായം നൽകണേ. അള്ളാഹുവെ, എന്നെ നേർവഴിയിലേക്കാക്കണേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്നെ നയിക്കണേ. അള്ളാഹുവെ, കോപിക്കപ്പെട്ടവരുടെയും വഴി തെറ്റിയവരുടെയും വഴിയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ. ഇതൊക്കെയും നമുക്ക് ഈ ഒരു സൂറത്തിൽ നിന്ന് ദുആ ചെയ്യാവുന്ന ദുആകളാണ്. ഇനി അത് കൂടാതെ അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട അത് ഞാൻ നേരത്തെ പറഞ്ഞു. അള്ളാഹു ഏകനായ ദൈവം, റബ്ബ് രക്ഷിതാവ് പരിപാലകൻ, അർ റഹ്മാൻ പരമകാരുണികൻ, അർ റഹീം കരുണാനിധി, മാലിക് ഉടമസ്ഥൻ രാജാവ്. ഈ നാമങ്ങളെല്ലാം അള്ളാഹുവിന്റെ മഹത്വവും ശക്തവും കാരുണ്യവും വ്യക്തമാക്കുന്നു. ഇനി നമ്മുടെ ദിവസം ഓരോ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മുമ്പ് ഫാത്തിഹ ഓതാൻ ശ്രമിക്കുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. സന്മാർഗത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുകയും ദുർമാർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ തർജ്ജമയും അതുപോലെ അതിന്റെ തഫ്സീറും മാത്രമായിട്ട് ഒരു വീഡിയോയും കൂടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ, ഞങ്ങളെ വാട്സപ്പ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ലിങ്ക് അയച്ചു തരാം. വാട്സപ്പ് ലിങ്ക് ആണ്. ഇതിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മാസത്തിൽ 300 രൂപയാണ് ഫീസ്. താല്പര്യമുള്ളവര് കമന്റ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.